നമസ്കാരം. 2-3 ദിവസങ്ങൾക്ക് മുൻപ് എന്നെ വിദേശത്ത് നിന്ന് ഒരു അച്ഛൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ അന്യസംസ്ഥാനത്ത് പഠിക്കാൻ അയച്ചു. വീടുമായിട്ടും മാതാപിതാക്കളുമായിട്ടൊക്കെ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി. അച്ഛൻ 10-30 വർഷമായിട്ട് വിദേശത്താണ്. ആ പെൺകുട്ടി കോഴ്സ് തീരുന്ന ദിവസം അവളെ കൂട്ടിക്കൊണ്ടുവരാനായി അച്ഛനും അമ്മയും സഹോദരനും കൂടി പോകാനിരുന്ന സമയത്ത് അവൾ വിളിച്ചു പറയുകയാണ്, ഫോൺ ചെയ്ത് പറയുകയാണ്, ഞാൻ മറ്റൊരാളോടൊപ്പം പോവുകയാണെന്ന്. തകർന്നു പോയി ആ കുടുംബം. നാട്ടിലെത്തിയ അച്ഛനും ബന്ധുക്കളും ഈ പെൺകുട്ടിയുടെ ആ പയ്യൻ്റെ വീട്ടിൽ പോയി. കേരളത്തിൽ തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ അച്ഛനമ്മമാരെ കാണുന്നതിന് താല്പര്യമില്ല. ഈ വീട്ടുകാർക്കും താല്പര്യമില്ല, ഈ കൊണ്ടുപോയ പയ്യൻ്റെ വീട്ടുകാർക്കും താല്പര്യമില്ല. അപ്പോൾ നിയമപരമായി നീങ്ങി. പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടാനുസരണം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാനുഷിക പരിഗണന വെച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടിയോട്, അച്ഛനോടും അമ്മയോടും പലപ്പോഴും വിളിക്കണമെന്നെങ്കിലും റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അവളതിന് തയ്യാറായില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി, അതായത് ഈ പെൺകുട്ടി പോയത് മുതൽ ഒരു ദുരൂഹതയുണ്ട്. കാരണം അവർ അംഗീകരിക്കാൻ തയ്യാറാണ്, ഈ വിവാഹബന്ധത്തെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ പോലും, പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തയ്യാറാണെങ്കിൽ പോലും ഈ പയ്യനോ ഈ പെൺകുട്ടിക്കോ ഇവരുമായി സഹകരിക്കുന്നതിനോ ഫോൺ ചെയ്യുന്നതിനോ താല്പര്യമില്ല. അവിടെ ഒരു വലിയ ദുരൂഹതയുണ്ട്. സ്വാമിക്ക് എന്ത് തോന്നുന്നു? ഈ നമ്മളിത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിനകത്തൊരു അന്ധത ഉണ്ട്. ആൾക്കാരെ വിശ്വസിക്കാനത് പ്രയാസമുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. നേരിട്ടുള്ള അനുഭവം എന്നുള്ള നിലയിൽ എനിക്ക് ചില വിഷയങ്ങളറിയാം. തന്ത്രശാസ്ത്രത്തിൽ വശീകരണത്തിന് വലിയ വിലയുണ്ട്. വശീകരിക്കപ്പെടുന്ന പെൺകുട്ടി ഒരിക്കലും തിരിച്ചു വരില്ല. ഇത് എൻ്റെ അനുഭവത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ ഈ കഥകളിലും നോവലുകളിലുമൊക്കെ ഈ വശീകരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? പക്ഷേ അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ വരുന്ന പല കാര്യങ്ങൾക്കകത്തും ഇത്തരം വശീകരണ പ്രയോഗങ്ങളിൽ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം. ഞാൻ ആളെ ഒന്നും പറയുന്നില്ല. ഒരു വലിയ സിനിമാ താരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ താരം കല്യാണം കഴിച്ചിട്ടില്ല. താരം കല്യാണം കഴിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാര്യയുടെ അനിയത്തിയെ കൊണ്ട് ഈ താരത്തിനെ കല്യാണം കഴിക്കണമെന്ന് അമ്മായിയമ്മയ്ക്ക് വലിയ മോഹം. അപ്പം അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കണു, എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട് സ്വാമിക്ക് പൈസ ഒന്നും പ്രശ്നമില്ല, എൻ്റെ വിവാഹം കഴിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. അപ്പോൾ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തി. പിന്നീട് ഞാൻ പറഞ്ഞു ഇത്തരം വിഷയങ്ങളിലൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ പ്രശ്നമാണ്, കഴിക്കുന്നവർക്കൊക്കെ പ്രശ്നമാണ്. ഉദരം തകർക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ഉദരരോഗങ്ങളായിട്ട് വന്നിട്ട് ഇത് വേറെ കാര്യം. പക്ഷേ പിന്നീട് കുറേ കാലത്തിന് ശേഷം ഈ സഹോദര നടൻ ഒരിടത്ത് പോയി ശ്രദ്ധിക്കുന്ന ഒരു അമ്പലമുണ്ട് നമുക്ക് ചേർത്തലയ്ക്കടുത്ത്. അവിടെ പോയി ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു, മറ്റൊരു വിവാഹം കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അമ്മയാണോ അതോ അമ്മയ്ക്ക് വേണ്ടി ആരാണോ വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇത്തരം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അപ്പോൾ ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചോണ്ട്. ഇത് വർഷങ്ങളായി ഇത്തരം സംഭവങ്ങൾ. ഇതിൻ്റെ എങ്ങനെയാണ് ഈ വശീകരണത്തിന് വിധേയരാകണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് നടക്കുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചു. ഭാര്യയുടെ അനിയത്തിയും കൂടെ ഉണ്ട്. ഈ അനിയത്തി എന്നെ വിളിച്ചിട്ട് പറയുവാണ്, എന്നെ കാണണമെന്ന് പറഞ്ഞു. അവർ കാണാൻ വന്നിട്ട് പറയുകയാണ്, എനിക്കറിയൂല, എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രണയം. ചേച്ചിയുടെ ഭർത്താവിന്. സ്വാമി എനിക്ക് അദ്ദേഹം വരുമ്പം ഐസ്ക്രീമും കാര്യങ്ങളും ഇതൊക്കെ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്കറിഞ്ഞൂടാ, എനിക്ക് 24 മണിക്കൂർ അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിക്കാനാണ് സമയം. എനിക്ക് എൻ്റെ ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് വെറുപ്പ് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ഭ്രാന്തുണ്ടോ? നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവില്ലേ? അത് ശരിയാണ്, അദ്ദേഹത്തിന് ബാങ്കിൽ ജോലിയാണ്, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കാൻ കൊണ്ട് നിർത്തിയതാണ്, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ അയാളോട് ആകർഷണയാണ് ആഗ്രഹം. അപ്പോൾ ഇതെന്താണ്? അയാൾ പിന്നെയും ഭക്ഷണം തരും, അയാൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, അത് ഇതൊക്കെ ചെയ്യും. അയാൾ വല്ല മോശമായിട്ട് വരും, ഒന്ന് മോശമായിട്ട് വരുമ്പോഴല്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് അയാളോടൊത്ത് ജീവിക്കാൻ തോന്നുന്നു, എനിക്ക് എൻ്റെ ചേച്ചി. ഇതല്ലേ നമ്മുടെ ലക്ഷ്മി കൊലക്കേസ് ജഗതിയിലുള്ളത് ഇല്ലേ? അനിയത്തിയുമായിട്ട് ഇഷ്ടം തോന്നിയിട്ട് ചേച്ചിയെ കൊന്നു കളഞ്ഞു. അതെ അതെ. ആൾക്കാർക്ക് ആ സമയത്തുണ്ട് എന്നിട്ട് ചിലപ്പോൾ ഭർത്താവ് ഭയങ്കര മിടുക്കനായിരിക്കും, ഇയാളൊന്നിനും പോവില്ല. ഇദ്ദേഹം എന്തെങ്കിലും ഈ വശീകരണത്തിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇത്തരം കാര്യങ്ങൾ
എൻ്റെ മാന്ത്രിക പുസ്തകങ്ങൾ വിറ്റു പോകുന്നത് ഞാൻ ടീച്ചറിനോട് പറയും ഇതെങ്ങനെ പോകുന്നു. കാരണം ആൾക്കാർക്ക് അത്തരത്തിലേക്കുള്ള ഒരു 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 കടന്നുകയറ്റമുണ്ട്. ഈ പുസ്തകങ്ങളിലുപരി ഈ ഇതിനകത്തുണ്ടല്ലോ, നമ്മുടെ ഇതിനകത്ത് ഈ യൂട്യൂബിനകത്ത്, അത് മാത്രമല്ല ചില നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, മനുഷ്യനെ സ്വാധീനിക്കാൻ ചെകുത്താൻ സേവ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വിഷയങ്ങളുണ്ട്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ഈ നമ്മുടെ ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ഒരാൾ എന്നെ കാണാൻ വന്നു. അയാൾ വ്യക്തമായി ഇതാ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരാളുണ്ട്, ഇന്നടത്താണ് താമസിക്കുന്നത്, അവരുടെ കൂടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്, ആർക്കും ഇടപെടാൻ പറ്റില്ല, പോലീസിനൊക്കെ അറിയാമെന്നാണ് പറയുന്നത്. ദൈവത്തെ ഓർത്ത് ഇത്തരം വിഷയങ്ങളായിട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വശീകരണം ഉണ്ടോ? ഉണ്ട്. മനുഷ്യൻ്റെ മനസ്സിനെ വശീകരിക്കുന്ന ഒരു ശക്തിയുണ്ടോ? ഇതിനെ എങ്ങനെ നമുക്കിനി ശാസ്ത്ര പുരോഗതി, ശാസ്ത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ പറയും. ശാസ്ത്രത്തിൻ്റെ വളർന്ന വെച്ചാൽ ഇത്തരം വ്യവസ്ഥകൾ ഇല്ലാതാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ റോക്കറ്റ് അയക്കുന്നതിന് ഒരു സമയം കുറിച്ചാൽ നോക്കണം. ഗ്രഹങ്ങളുടെ നില നോക്കിയിട്ട് ടൈം കുറിച്ചിട്ടാണ് റോക്കറ്റ് വിടുന്നത് ഇല്ലേ? അതെ. ഇന്ന സമയത്ത് ഇന്നത്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ പുരോഗതി വളരെ വലുതാണെങ്കിൽ ഇതിന് സമയം നോക്കുന്ന വിട്ടാൽ പോരെ? അല്ല, അതൊരു പക്ഷേ ഈ ശാസ്ത്രജ്ഞർക്ക് എല്ലാവർക്കും ഈശ്വര വിശ്വാസം നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ശാസ്ത്രജ്ഞർക്ക് ഈശ്വരനിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണെങ്കിലോ? അവിടെ ഈശ്വരൻ്റെ ഞാൻ ചോദിക്കട്ടെ, അത് അന്ധതയായിട്ട് പറയുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ താഴെ പറഞ്ഞ കമൻറ്റുകൾ നമ്മുടെ 3 തലമുറ മുമ്പ് മരിച്ചു പോയവരെ പോലെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒന്നുണ്ട് പ്രപഞ്ചത്തിൽ, അതിന് അന്ധത എന്ന് വേണമെങ്കിൽ പറയാം, എന്ന് പറയാം അല്ലേ? എന്തോ പ്രപഞ്ചത്തിലുണ്ടെന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകളുണ്ട് നമുക്ക്. ഇത് നമ്മളെ ആരും പറഞ്ഞ് ബോധിപ്പിക്കാനും പറ്റില്ല. വശീകരണം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്, പൊളിറ്റിക്സിൽ ഞാൻ പണ്ട് ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല. ഈ ഈ ആഭിചാരത്തിൻ്റെ ശക്തിയെക്കുറിച്ചിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ വളരെ വളരെ മുമ്പാണ്, ഞാനത് മനോരമ പത്രത്തിലെ അറിയിപ്പുകൾക്കകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് കസേരയിൽ ഇരിക്കാൻ വയ്യ. കസേരയിലിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ അടിയിൽ നിന്ന് ഒരു ചൂട് ഇങ്ങനെ മുകളിലോട്ട് വരികയാണ്, ഒരു തരത്തിലും പറ്റില്ല. അപ്പോൾ എന്നെ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു, ഇതിന് എനിക്ക് എന്തെങ്കിലും ചെയ്തൊരു പരിഹാരം ഉണ്ടാക്കണം, ഞാൻ ട്രാൻസ്ഫറിന് കൊടുത്തിട്ട് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, താങ്കളൊന്നും ചെയ്യണ്ട, കസേരയുടെ അടിയിൽ വല്ലതും ഉണ്ട്. അല്ല, അടിയിലൊന്നുമില്ല. തിരിച്ചിട്ട് നോക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഒരു തകിടൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ കസേരയിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല. അതെ അതെ. ഇത് സർക്കാർ ഓഫീസിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ സർക്കാർ ഓഫീസിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ മാറ്റാൻ വേണ്ടി ഇത് ഞാൻ പറഞ്ഞേ, ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നിരുന്നു. അവർ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയാണ്. അവരിവിടെ കണ്ടുള്ളൊരു പ്രത്യേക ക്ഷേത്രത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത സെക്ഷൻ ഓഫീസിന് മാറാൻ ഡെയിലി തേങ്ങ അടിക്കുന്നത്. അവസാനം തേങ്ങ നിന്ന് തലയിലടിച്ച് അവർ തന്നെ പോയി. അതുകൊണ്ട് ഈ വശീകരണം ഉണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പം ഈ പെൺകുട്ടിയെ അയാൾ അന്ന് തമിഴ്നാട് അല്ലേ? അല്ല, ഇവർ മലയാളികളാണ്. തമിഴ്നാട്ടിലാണ് പഠിക്കാൻ അയച്ചത്. അവിടെ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര ശക്തിയാണ്. അല്ല, ഈ പയ്യനും മലയാളിയാണ്. അല്ല, ഇത് ഏത് തരത്തിലാണെങ്കിലും അവൻ ആ പെണ്ണിനെ വേണം. ആ പെണ്ണ് ഇവൻ്റെ അച്ഛനും അമ്മയും വെറുത്ത് ഇവൻ്റെ കൂടെ ജീവിക്കണം. അതിന് ആഭിചാര കർമ്മങ്ങൾ ഒരുപാടുണ്ട്. ഇതിൻ്റെ പരിണിത ഫലം എന്താണ്? ജനിക്കുന്ന കുട്ടി അംഗഭംഗമില്ലാതെ ജനിക്കണം, രോഗദുരിതങ്ങളില്ലാതെ ജനിക്കണം, ഗ്രഹനില അനുസരിച്ച് പരസ്പരം ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത ജാതകമാണെങ്കിൽ ആ ലൈഫ് അതോടുകൂടി തീർന്നു. അതിനകത്തൊക്കെ എനിക്ക് അത് തർക്കിച്ചാലും പറയും. പക്ഷേ ഇപ്പോഴും ആ ദുരൂഹത എന്താണെന്ന് പറഞ്ഞാൽ, ഇവരെ അംഗീകരിക്കാൻ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തയ്യാറാണെങ്കിലും അവരുമായി യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ദുരൂഹത. അച്ഛനമ്മമാരിൽ നിന്ന് വേർപെടുത്തിയെടുത്തല്ലോ. വേർപെടുത്തി കഴിഞ്ഞാൽ പിന്നെ ബന്ധം ഉണ്ടാവില്ല. ഈ ആഭിചാരത്തിൽ വേർപെടുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞു, പിന്നെ മുഖത്തോട് മുഖമില്ല. അതാണ് മലയാളത്തിലെ ഒരു നടൻ, പിന്നീട് ഒന്നും അല്ലാതായിപ്പോയ നടൻ, എന്തോ ഒരു ആഭിചാരം ചെയ്തിട്ടുണ്ട്. എത്ര നടന്മാർ ആഭിചാരം ചെയ്ത് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഒരു നടൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി ഞാൻ എടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം മറ്റേ നടൻ അവിടെ പോയി കിടന്നുറങ്ങും. അയാളൊന്നും അല്ലാതായിപ്പോയി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആഭിചാരത്തിന് ശക്തിയില്ലാതൊന്നും ഞാൻ പറയില്ല. ഇത് വശീകരണമുണ്ട്. ഇത്തരം വശീകരണങ്ങളിൽ പെട്ടുപോയാൽ ഇത് ചെയ്യുന്നവൻ്റെ കുലം നശിക്കും. ഈ ചെയ്ത് കൊടുക്കുന്നവൻ്റെ. പിന്നെ ഇത് ഉപയോഗിക്കപ്പെടുന്നവൻ്റെ വിധിയാണത്. അവൻ്റെ പൂർവ്വജന്മം എടുക്കുമ്പോൾ അറിയാം അവൻ ഇങ്ങനൊരു ദാമ്പത്യത്തിൽ പോയി എല്ലാം നശിച്ചു പോകും. പിന്നെ 10 ദിവസം കഴിയുമ്പോൾ ഇവർ തമ്മിൽ പിരിഞ്ഞ് കാരണം ഇത് മറ്റേതിൻ്റെ ശക്തിയിലാണല്ലോ നിൽക്കുന്നത്. അതില്ല, ലയിച്ച് ക്രമേണ ഇല്ലാതായി കഴിയും. ഇതിനകത്ത് ഏറ്റവും പ്രയാസപ്പെടേണ്ടി വരേണ്ടത്, നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിക്കാം, പക്ഷേ
നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ അതിലനുസരിച്ച് ബ്ലഡ് ഒക്കെ പരിശോധിച്ചിട്ട് രക്തം എപ്പോഴും അങ്ങനെ വരുമ്പോൾ നോക്കണം. ബ്ലഡ് പരിശോധിച്ച് ഇത് തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഓട്ടിസം വരിക. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. പ്രണയിച്ച് വിവാഹം കഴിച്ചവർക്ക് കുട്ടികൾക്ക് ഓട്ടിസം പോലുള്ള രോഗങ്ങൾ വരിക, അംഗവൈകല്യങ്ങൾ വരിക. ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവരുടെ ഗ്രഹനില അനുസരിച്ച് രണ്ട് ജാതകങ്ങൾ അടുത്ത് വയ്ക്കാൻ പോലും പാടില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക, എന്നാൽ പിന്നെ മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവർ കല്യാണം കഴിക്കുന്നുണ്ട്, അവരെ ജാതകം നോക്കൂ, ഉത്തമമായിരിക്കും. അല്ലാത്തത് നോക്കൂ, അവർക്ക് പ്രശ്നമുള്ളത് ജാതകം ചെയ്യണം. നമ്മളിതിനെ തള്ളിപ്പറയാനേ പാടില്ല. നിങ്ങൾ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, അമ്പലത്തിൽ പോണ്ട, ഇതൊന്നും വിശ്വാസമല്ല കേട്ടു. പക്ഷെ വരാൻ പോകുന്ന ദുരിതവും കൂടെ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ അനുഭവിക്കുന്നവർ എൻ്റെ അടുത്ത് വരുന്നത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇത് ചുമ്മാ ഫോർമുലകളൊന്നുമല്ല നമ്മുടെ അടുത്ത് വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ കിഴക്കേക്കോട്ടയിൽ മുറിപ്പാലത്തടിയിൽ പൗർണമി ദിവസം ഫലം പറയും. 10-70 പേര് വരും, 100 പേർക്ക് അടുപ്പിച്ച് വരും. ഒന്നും പറയുന്നില്ലല്ലോ, എല്ലാ മതക്കാരോട് വരുന്നുണ്ടല്ലോ, ഞാൻ ഫലം പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതുണ്ട്. അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾക്കകത്ത് വശീകരണം 100%. അത് രാഷ്ട്രീയത്തിലുമുണ്ട്, സിനിമയിലുമുണ്ട്. സകല പ്രവർത്തന മേഖലകളിലും ഈ വശീകരണം എന്ന് പറയുന്ന ഒരു മന്ത്രവാദത്തിൻ്റെ ഒരു ആൾക്കാരിപ്പം വളരെ വളരെ ശക്തമാണ്. നമ്മൾ ചില കാര്യം, ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ ഏറ്റവും കൂടുതൽ തന്ത്രമാന്ത്രങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ ഈ അടുത്ത കാലത്ത് ഒരാൾ പോയിട്ട് വന്നു. അയാളുടെ വിദേശത്തുനിന്ന് വന്നാണ് എന്നെ കാണാനായിട്ട്. അപ്പോൾ പുള്ളിക്ക് ഇതിലൊക്കെ വലിയ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രത്യേക ഉപാസകനാണ്, എന്നെ കാണാൻ വന്നു, വെമ്പായത്ത് വന്നു. പുള്ളി ആഫ്രിക്കയിലെ ഒരു സ്ഥലമുണ്ട്, ഒരു ഫോറസ്റ്റ്. അവിടെ ചെല്ലുമ്പം അവിടെ പുരുഷന്മാർ വളരെ കുറവാണ്. 100% പെൺകുട്ടികളും സ്ത്രീകളും ഈ തന്ത്രമാന്ത്രികം പഠിക്കുകയാണ്. ആഭിചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും പഠിക്കുന്നൊരു സ്ഥലമുണ്ട്. എനിക്കറിഞ്ഞൂടെ അതിനെക്കുറിച്ച്, പുള്ളി പറഞ്ഞതാണ്. അപ്പോൾ ലോകം പോകുന്നത് എങ്ങോട്ടാണ്? അണുബോംബും ബാറ്റണ്ടാകുമൊന്നുമല്ല വേണ്ട, ആഭിചാരം, ഒരുത്തനെ വീഴ്ത്താൻ. പിന്നെ ഒരാളെ സങ്കല്പിച്ച് ദുർമന്ത്രവാദം ചെയ്താൽ അത് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അന്ധവിശ്വാസിയാണെന്നല്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ഒരിക്കലും നല്ല തേജസ്സോടുകൂടി നിന്ന ചില മനുഷ്യർ പെട്ടെന്നിങ്ങനെ പോവും. ഈ നെഗറ്റീവ് എനർജിക്ക് ശക്തി കൂടുതലാണ്, നെഗറ്റീവ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നേരത്തെ ആൾക്കാരെ കൊല്ലുകയൊക്കെ ചെയ്യില്ലെന്ന ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഈ ആ ആൾക്കാർക്കൊക്കെ ശക്തി അവർ അതായിട്ട് മാറും. ഇപ്പോൾ ആ പയ്യനെ ഞാൻ നോക്കിയപ്പോൾ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, ഈ പിരിയും മുട്ടയൊക്കെ അടിച്ച് അച്ഛനെ വെട്ടിക്കൊന്നവൻ, ആ പയ്യൻ കടൽരാജ. അദ്ദേഹത്തിൻ്റെയൊക്കെ പിരിയം കണ്ടി, അതൊക്കെ നല്ല ചെകുത്താൻ്റെ മുഖം പോലെ ആക്കി, മുടിയൊക്കെ അങ്ങനെ വെട്ടിയെടുത്ത് മസിൽസൊക്കെ ഇങ്ങനെ ആക്കി, എന്താണോ അവിടെ കണ്ടത് അതിനെ ഇങ്ങോട്ട് പ്രജിൻ ജോസ് കഴിഞ്ഞ നടന്ന സംഭവം. അത് ആ പുള്ളിയുടെ നമ്മുടെ അതിൻ്റെ ഓരോ അവയവവും ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ സ്വാധീനമുണ്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് മീഡിയയിൽ വരുന്ന ചില വിഷയങ്ങൾ. വെസ്റ്റേൺ കൺട്രീസിൽ ഇതുപോലുള്ള ഈ പഴയ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗത്ത് ഇതുപോലുള്ള തന്ത്രമന്ത്രാദികളിനകത്തുള്ള വളരെ നിഗൂഢമായ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ചെറിയ മന്ത്രവാദികളൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ 2 വീട് അടുപ്പിച്ചാണ്. ആ വീടിൻ്റെ മറ്റേ പോർഷനിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അത് അവർ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് ഒരു കമ്പ് കുത്തിയിട്ട് തുണി ഇങ്ങനെ ചുറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ഇത് ആഭിചാരമാണല്ലോ, ഇത് ഏതോ കാവില സംഭവമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞാൻ ചെയ്തോട്ടെ. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ആർക്ക് വരാൻ പോകുന്നു, എന്താണോ ചെയ്തു വെച്ചേക്കുന്നത് ആ ചെയ്തു വെക്കുന്നവർക്ക് അതിന് അനുഭവം വരും. നെഗറ്റീവ് എനർജിയാണ്. വീടുകളിൽ വിളക്ക് കത്തിക്കുകയാണ് വേണ്ടത്. വീട്ടിലൊരു പ്രകാശം, അന്ധതയിലൊരു പ്രകാശം കൊടുക്കുകയാണ് വേണ്ടത്. അല്ലതുപോലെ ആഭിചാരം ചെയ്ത് കൊണ്ടുവന്ന് വെക്കൽ അല്ലേ. ജന്നാലകൾ ഇങ്ങനെ തുറന്നിടുക, ജനാല തുറന്നിട്ട് ഇങ്ങനെ ജപിച്ച് ദുർമന്ത്രവാദം ജപിച്ച് വിടുക. ഇതൊക്കെ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് പരാതിയും ഞാൻ നേരിട്ട് കാണുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഭക്തിയെ അന്ധവിശ്വാസത്തിൽ കൊണ്ടെത്തിച്ചിട്ട് ഇത്തരം വശീകരണങ്ങളായ കാര്യങ്ങൾ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ചെയ്തു കൊടുക്കുന്നവരും ഉണ്ട്, ഫലിക്കുന്നവരും ഉണ്ട്, തിരിച്ചടിക്കുന്നവരെല്ലാം ദുർമന്ത്രവാദികൾ ചെയ്തവർ മുഴുവൻ രക്തശ്രദ്ധിച്ചാൽ മരിച്ചേക്കണേ. അതുകൊണ്ട് ഈ ചെയ്യുന്നവരില്ലേ എല്ലാം രക്തശ്രദ്ധിച്ച് മരിക്കുക, കുറേ കാലം കിടന്ന് ദുരിതപ്പെട്ട് മരിക്കുക, കുലം മുഴുവൻ നശിക്കുക. ഇത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വശീകരണത്തിൽ പോയി പെൺകുട്ടികൾ പെടാതിരിക്കുക. പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാവുന്ന മഹാദുരന്തമാണ്. ജീവിതത്തിൽ സന്താന ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും, പിന്നെ സ്വയം അനുഭവിക്കേണ്ടിയും വരും. അവിടെ കാര്യങ്ങൾ ആലോചിച്ച് ഗൗരവമായി ചിന്തിച്ച്
സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ സ്വപ്നങ്ങളോട് ജീവിക്കുന്ന മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ പൂർണ്ണത ഉണ്ടാകുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, പിന്നെ അതിനപ്പുറത്തൊരു മരണാനന്തര ജീവിതം കൂടെ ഉണ്ട്. ഈ ആത്മഹത്യ ചെയ്തവരൊന്നും ലയിക്കാതെ, പ്രപഞ്ചത്തിൽ ലയിക്കാതെ അലഞ്ഞു നടക്കുന്ന ഒരു വിഷയവും കൂടെ ഉണ്ട്. അതിപ്പം നമുക്കിവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് മറ്റൊരു വിഷയമായതുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.